ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ്റെ ഡിഷാണ്. അപ്പോൾ ചിക്കൻ പെരട്ടിയത്, അല്ലെങ്കിൽ ചിക്കൻ റോസ്റ്റ്, അല്ലെങ്കിൽ ചിക്കൻ സെമി ഗ്രേവി, എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം ഇതിന്. അപ്പോൾ വേഗം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ചിക്കൻ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. വിത്ത് ബോണാണ്. പിന്നെ ഒരു 2 സവാള, ഒരു 4 പച്ചമുളക്, കുറച്ച് കുഞ്ഞുള്ളി, നമ്മുടെ സാമ്പാർ ഉള്ളിയില്ലേ അത്, ഇത്തിരി പെരുംജീരകം, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഗരം മസാല, നമ്മുടെ ചില്ലി ഫ്ലേക്സ്, ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, പെപ്പർ പൗഡർ, കൊറിയാണ്ടർ പൗഡർ, ചില്ലി പൗഡർ, വിനീഗർ, വെളിച്ചെണ്ണ, സൺഫ്ലവർ ഓയിലും. സോ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതുണ്ടാക്കാനായിട്ട് വേണ്ടത്. സോ നമ്മൾ ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട്, കുക്കിംഗ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ പോവാണ്. സോ മോസ്റ്റ് ഓഫ് ദ ഐറ്റംസ് നമ്മൾ മാരിനേഷനാണ് ഇടാൻ പോകുന്നത്. സോ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ മാരിനേഷൻ തുടങ്ങാൻ പോവാണ്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി ഇടുന്നുള്ളു, ഉപ്പ് ആവശ്യത്തിന്, എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉള്ളിയിലും ഉപ്പിടുന്നുണ്ട്, കുറച്ചിട്ടാൽ മതി. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഗരം മസാല ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി ഞാനിവിടെ ഒരു 1.5 സ്പൂണാണ് ഇടുന്നത്. മുളക് പൊടി ഒരു സ്പൂൺ ഇട്ടാൽ മതി, എന്ന് വെച്ചാൽ നമ്മൾ ചില്ലി ഫ്ലേക്സ്, പെപ്പർ പൗഡറൊക്കെ ഇടുന്നുണ്ട്, അത് കാരണം. ഒരു 1/4 സ്പൂൺ പെപ്പർ പൗഡർ, കുറച്ച് ചില്ലി ഫ്ലേക്സ്, കുറച്ചൊരു വിനീഗർ, 1 സ്പൂൺ മതിയാവും. കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. ഇതിലേക്ക് ഇത്തിരി പച്ച വെളിച്ചെണ്ണയില്ലേ, അതും കൂടെ ഒഴിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നല്ലോണം പുരട്ടി യോജിപ്പിക്കാം. ഞാനിവിടെ ആച്ചിയുടെ മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പം അതിന് നല്ല എരിവുണ്ടാവും, പക്ഷെ കളർ അധികം ഉണ്ടാവത്തില്ല. നിങ്ങൾക്ക് കളർ വേണമെങ്കിൽ ഒന്നിൽ കളർ ഇടാം, ഇല്ലെങ്കിൽ നല്ല കളറുള്ള മുളക് പൊടി ഉപയോഗിക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ചിക്കൻ നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഉള്ളി വഴറ്റാൻ പോവാം. അപ്പോൾ നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അത് ചൂടായിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പെരുംജീരകം, എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച് 2 സവാളയില്ലേ അതിടാം. സവാള ഒന്ന് വഴന്നു വരാനായിട്ട് കുറച്ച് ഉപ്പിടാണ്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ നമ്മൾ ചിക്കൻ മാരിനേഷനിൽ കുറച്ച് ഉപ്പാണ് ഇടേണ്ടത്. എന്താ വെച്ചാൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറച്ചൊക്കെ ഉപ്പൊക്കെ ഇടുന്ന കാരണം നമ്മൾ സൂക്ഷിക്കുക, അത്രയാണ്. ഇപ്പോൾ സവാള ഒന്ന് ലൈറ്റായിട്ട് കളർ മാറിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചെറിയുള്ളിയില്ലേ അതും 4 പച്ചമുളകും കൂടി ഇടാം. നമുക്ക് ഇങ്ങനെ ചെയ്തില്ലെങ്കിലും മൊത്തത്തിൽ സവാള ഇട്ടും ചെയ്യാം, ഇല്ലെങ്കിൽ മൊത്തത്തിൽ ചെറിയുള്ളി ഇട്ടും ചെയ്യാം. ഞാൻ കുറച്ച് ചെറിയുള്ളി ആഡ് ചെയ്തത് കുറച്ച് ടേസ്റ്റ് കൂടും, അതിന് വേണ്ടിയിട്ടാണ്. രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്നത്. ഇത്തിരി കറിവേപ്പിലയും കൂടി ഇടുവാണ്. അപ്പോൾ നല്ല മണവും ടേസ്റ്റൊക്കെ കുറച്ച് കൂടും. കറിവേപ്പില കൂടുതലിട്ടാലും ഒരു പ്രശ്നമില്ല. അപ്പോൾ ഈ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഒന്ന് നല്ല എണ്ണയിലിങ്ങനെ മൂത്ത് വരുമ്പോൾ നല്ല മണമാണ്, നമ്മുടെ നാടൻ മണം വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിയും പച്ചമുളകും കറിവേപ്പില എല്ലാം കൂടെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ വെക്കാം. ഇതിലേക്ക് ഇടാണ് ചിക്കന്. നമ്മൾ ചിക്കൻ ഇടുമ്പോൾ കുറച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ. നല്ലോണം യോജിക്കണം. ഇപ്പം ഞാൻ ഇതിലൊട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. ഇപ്പം ഞാൻ റെഡ്യൂസ് ചെയ്യണ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാണ്. ലോ ഫ്ലെയിം ടു ഹൈ ഫ്ലെയിം അങ്ങനെ കൂടി നമുക്ക് മാറ്റി മാറ്റി ഇളക്കാം. ഇപ്പം ഞാൻ ഇപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് അടച്ച് ഒരു 5 മിനിറ്റ് വെച്ച് കുക്ക് ചെയ്യാൻ പോവാണ്. ഇതേ ഞാൻ വെള്ളം ഒഴിക്കണ്ടെന്ന് പറഞ്ഞത് ഈ ഒരു കാര്യത്തിലാണ്. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അടച്ച് വെച്ച് ചെറിയ തീയിൽ കുക്ക് ചെയ്യുമ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പും എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇതിപ്പോൾ എല്ലാം ശരിക്കും പറഞ്ഞാൽ കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ലൈറ്റായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ അതിന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഇളക്കി എടുക്കാം.
ഇച്ചിരി കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തു. ഞാനൊരു ഇച്ചിരി ഒരു മണത്തിന് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഇടുന്നുണ്ട്. നമുക്കിതൊരു വേറൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ കൊതിയൂറും ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം.